നമസ്കാരം. കേരളം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണെന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. കേരളത്തിലെ ഇപ്പോൾ ചർച്ചാ വിഷയവും അന്തിച്ചർച്ചയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമയുടെ ആ റിലീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കേരള സ്റ്റോറിയുടെ ആദ്യത്തെ ഭാഗം എല്ലാവരും കണ്ടതായിരിക്കും. നമ്മുടെ കേരളത്തിലെ വിവാഹങ്ങളും മതങ്ങളും തമ്മിലുള്ള എല്ലാ മതങ്ങളും തമ്മിൽ പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും കൂടെ കടന്നുപോകണം. അതിഷ്ടപ്പെടാത്ത ഒരു സമൂഹത്തിലെ ആളുകൾ, കുറച്ച് വിത്തുകൾ, ആ വിത്തുകൾ സിനിമയെടുത്ത് ഒന്നാം ഭാഗം ഇറക്കി അതിൻ്റെ രണ്ടാം ഭാഗം ഇറക്കുവാണ്. ഈ രണ്ടാം ഭാഗത്തിൻ്റെ ട്രീസർ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി. ആ ട്രീസറിൽ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ഒരു ചിത്രീകരിക്കുന്നത്? നമ്മുടെ ഉള്ളില്, ഈ സമൂഹത്തിൻ്റെ ഉള്ളില് ഒരു വിള്ളൽ വീഴ്ത്താൻ, ഈ സമൂഹത്തില് കേരളത്തിലെ മതവിഭാഗങ്ങൾ ഇങ്ങനെയാന്ന് വരുത്തി തീർക്കാൻ വെമ്പുന്ന സംവിധായകന്മാർ, അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർത്ത് വിവാദങ്ങൾ ഉണ്ടാക്കി ആ സിനിമയെ കോടികളുടെ ബോക്സ് ഓഫീസിലേക്ക് കയറ്റിവിടുന്ന അതിബുദ്ധിമാന്മാർ. ഇന്നലെ രാത്രിയിൽ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അവർ അപ്പീൽ കൊടുത്തു. അതിനു മുമ്പ് സിംഗിൾ ബെഞ്ചിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ ആരോരാൾ പൊതു താല്പര്യ ഹർജിയായി കൊടുത്തു. എന്താണ്? കേരള 2 എന്ന സിനിമ റിലീസ് തടയണം എന്ന് പറഞ്ഞു. അതിന് എതിരെ ഈ സംവിധായകർ ഹൈക്കോടതിക്ക് ഒരു ഡിവിഷൻ ബെഞ്ച് ഉണ്ട്. ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് ഇന്നലെ രാത്രി 9:15 വരെ അതിന് ഹിയറിംഗ് കേട്ടു. ഇന്നും അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. കേരളത്തിൽ അനുമതിയുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. എന്തു ആയിക്കോട്ടെ, കേരളത്തിലെ ജനങ്ങൾ എല്ലാ മതപിതാവും, എത്ര മതമുണ്ടോ കേരളത്തിൽ, ആ മതങ്ങളെല്ലാം സ്നേഹത്തിലും സന്തോഷത്തിലും സാഹോദര്യത്തിലും പരസ്പരം കൈകൾ കൊടുത്തും ഒരുമിച്ചും പെരുന്നാൾ വരുമ്പോൾ അങ്ങോട്ട് പോയും അല്ലെങ്കിൽ ഉത്സവം വരുമ്പോൾ ഇങ്ങോട്ട് പോയും പള്ളിയിൽ പോയും എല്ലാം സാഹോദര്യത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ണൂടാത്ത ഒരു മനസ്സിൻ്റെ ഉടമകളായിരിക്കും അല്ലേ. നിങ്ങളുടെ ഹൃദയത്തിൽ വേറെന്തെങ്കിലും ചിന്തയായിരിക്കും. ഇവിടെ ഒരു വിഘടിച്ച് ഇവിടുത്തെ ജനത്തെ രണ്ട് തട്ടാക്കുന്ന, മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന ഒരു വിഭാഗം ഇവിടെ സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ഒരു മതം ഒരു വിവാഹമായി ചിത്രീകരിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു അജാരകത്വം, അല്ലെങ്കിൽ ഇവിടെ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ മതത്തിൻ്റെ സെപ്പറേഷൻ, മറ്റൊരു മതം ഈ ഒരു മതം തമ്മിൽ ഒരു പ്രശ്നങ്ങളുണ്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ, ഒരു മതം ബീഫ് കഴിക്കില്ല, മറ്റൊരു മതം ബീഫ് കഴിക്കും, അപ്പോൾ ഒരു മതത്തിൻ്റെ ദൈവമാണ് ബീഫ് എന്ന അവസ്ഥയിലേക്ക് ഈ കേരളത്തെ എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഗൂഢമായി നിർമ്മിച്ച പടമാണ് അല്ലേ. ഒരാൾ ബീഫിനെ മാതാവായി കാണുന്നു, ദൈവമായി കാണുന്ന ആ ഒരു കൺസെപ്റ്റ് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ പടം ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സുജിത് പത്തൻ എന്ന് പറഞ്ഞ ഒരു പ്രമുഖ ബ്ലോഗർ, കേരളത്തിലെ ഒരു പ്രമുഖ ബ്ലോഗറാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹം ഓസ്ട്രേലിയയുടെ കിഴക്കുള്ള ഫിജി എന്ന് പറഞ്ഞ ഒരു രാജ്യം, ഫിജിയിൽ ചെന്നപ്പോൾ അവിടെ ഈ കേരള സ്റ്റോറി 27-ാം തീയതി പ്രദർശിപ്പിക്കുമെന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കും. നമുക്കൊന്ന് കാണാം. ഇവിടെ കാണുന്നത് ഒരു തിയേറ്ററാണ് ഈ കാണുന്നത്. കാരണം ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു തിയേറ്റർ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കിന് ഇവിടെ കണ്ട ഒരു പോസ്റ്ററാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് കേരള സ്റ്റോറി 2 നാളെ മുതൽ, അതായത് ഫെബ്രുവരി 27 മുതൽ ഇവിടെ പ്രദർശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുക അവന്മാർ. എന്നാ വേണ്ട അവന്മാർക്ക് ഈ പടം ശരിക്കും പറഞ്ഞാല് ദേശീയാമർഷം വരുന്നുണ്ട്. ഇത്രയേ ഉള്ളത് കേട്ടോ. പുള്ളി പറഞ്ഞ ഇതാണ് കാര്യം. അതായത് ഈ കേരളത്തിലോ ഇന്ത്യയിലോ അത് നിരോധിച്ചാലും ഞങ്ങൾ മറ്റു രാജ്യത്ത് കൊണ്ടുപോയി അത് റിലീസ് ചെയ്യുള്ളൂ. അതൊരു വാശിയാണല്ലോ, ഭയങ്കര വാശി. ഞാൻ ചോദിക്കട്ടെ, ആ ട്രീസറിൽ തന്നെ കാണിക്കുന്നത് എങ്ങനെയാ? ഒരു ഹിന്ദുവായ മറ്റൊരു വിവാഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് നിർബന്ധിച്ച് അവളുടെ കൈയും കാലും ഒക്കെ വരിഞ്ഞു മുറുക്കി അവളെ കൊണ്ട് ബീഫ് കഴിപ്പിക്കുന്ന ഒരു ചിത്രം. എത്രയൊക്കെ വിവാദം ഉണ്ടാകുകയെന്ന് പറഞ്ഞാൽ പോലും വിവാദം ഉണ്ടാകും സുഹൃത്തുക്കളെ. നിങ്ങളെപ്പോലുള്ള സംവിധായകർ ഈ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഈ സിനിമകളും കലയും എല്ലാം ഒരു സന്ദേശങ്ങളാണ് അല്ലേ. സമൂഹത്തിന് കൊടുക്കുന്ന, പണ്ട് മുതലേ അങ്ങനെ ഒരു സന്ദേശമായിട്ട് തന്നെ. ഇപ്പോഴത്തെ കൊമേഴ്ഷ്യൽ സിനിമകളെ പറ്റിയല്ല, കലാമൂല്യമുള്ള നല്ല സിനിമകൾ എന്ന് പറയുന്നത് സമൂഹത്തിന് നന്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ ഈ ജനങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള
എന്താ പറയണ്ടേ, ശത്രുതാ മനോഭാവം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ സിനിമകൾ കൊണ്ടുണ്ടാകുന്ന ഒരു വേർതിരിവ് ഉണ്ടായാൽ ഈ സമൂഹം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ചേരുന്നതാണ് അല്ലേ? എല്ലാ മതവും, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിറ്റിയും എല്ലാവരും ചേർന്നിട്ടുള്ള നാനാർത്ഥത്തിലുള്ള ഏകത്വമാണ് ഈ മതങ്ങളുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത്. അതിലേക്ക് നിങ്ങൾ ഈ വിഷം പുരട്ടിയ ഈ സിനിമ കൊണ്ട് ഇറങ്ങി ആ സിനിമ കാണിച്ച് ഇവിടുത്തെ ജനത്തിൻ്റെ ഉള്ളിലേക്ക് വികലമായ ചിന്തകൾ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞ് എന്ത് നേടാനാണ്? നിങ്ങളുടെ കീശയിലേക്ക് കോടികളുടെ വരുമാനം, ഈ ബോക്സ് ഓഫീസിൽ ഇത് കോടി നേടുമെന്നറിയാം, ഒരുപാട് വിവാദമാക്കാവുന്നതും അതുകൊണ്ടാണെന്നറിയാം. ഈ കോടികൾ ബോക്സ് ഓഫീസിലൂടെ ഈ പടത്തിൽ നേടിയെടുത്ത് നിങ്ങൾ ഈ കോടികളെ എവിടെ കൊണ്ടുവെക്കാനാണ്? ഈ ജനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വരുത്താനും, ഈ നാട്ടിൽ മുഴുവൻ ഇപ്പം ഓരോ പാർട്ടിക്കാരും ഓരോ മതവിഭാഗങ്ങളും ബീഫ് കറിയും എല്ലാം വിളമ്പുക, ബീഫും പൊറോട്ടയും വിളമ്പുക. എന്തിനാ? ഇവിടെ ഞങ്ങളിൽ ഒരു വിഷയമില്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഈ വിഷയമില്ലാത്ത നാട്ടിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വിവാദം? എന്തിനാണ് ഇങ്ങനെ ഈ വളർന്നു വരുന്ന പുതിയ തലമുറയിലേക്ക് മതത്തിൻ്റെ വിഷവിത്തുകൾ നിങ്ങൾ വിതറുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ നാടിനെ വെട്ടി കീറുന്നത്? എന്തിനു വേണ്ടിയാ? കോടതികൾ പോലും ഇതിനെ, ഈ ഹർജികൾ സ്വീകരിച്ച് അതിന് റിലീസ് തടയുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട കോടതി ഒരു നിരീക്ഷണം നടത്തിയ ആ കോടതിയെ ഈ സിനിമ കാണിക്കാൻ ഇതുവരെ സാധിച്ചില്ല സംവിധായകർക്ക്. എന്തൊരു വിചിത്രമായ കേസാന്ന് നോക്കി. സത്യമാണ്, അത് കോടതിക്ക് അത് കാണുവാനുള്ള സാഹചര്യം സംവിധായകരും അതിൻ്റെ സിനിമ അണിയറ പ്രവർത്തകരും ഒരുക്കി കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ആ സിനിമയിൽ എത്ര വിഷമുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്തേലും വിഷം ഉണ്ടാവും? ബഹുമാനപ്പെട്ട കോടതി, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പരമോന്നത കോടതിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ആശ്രയം എന്ന് പറയുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ്. ആ ഹൈക്കോടതിയിലേക്ക് ഈ കേസുമായി ചെല്ലുമ്പോൾ ഹൈക്കോടതിക്ക് പോലും ആ സിനിമ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ സിനിമയുടെ നിലവാരം എന്ന് പറയുന്നത് എന്താണ്? ഈ നാട്ടിനെ വെട്ടിക്കീറുന്നതാണ് ആ സിനിമയുടെ നിലവാരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ജനത്തിനെ ഇങ്ങനെ തമ്മിത്തല്ലിച്ച് ഈ എന്നാ പറയണ്ടേ, ചെമ്മരിയാടിനെ അല്ലെ ചെന്നായ്ക്കളെ കൊണ്ട് കടിച്ചു കീറുന്നത് പോലെ കടിച്ചു കീറേണ്ട വല്ല കാര്യമുണ്ടോ? ഈ നാട്ടിലൊരു സ്പർദ്ധ വളർത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഈ നാടിനെ സമാധാനം കുട്ടിച്ചോറാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ നാട്ടിലെ മതങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. നിങ്ങൾ ഏത് സിനിമ ഇറക്കിയാലും എന്ത് വിഷവിത്തുകൾ ഈ സമൂഹത്തിന് മുമ്പിൽ കൊടുത്താലും ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. ഒരേ ഒരു മനസ്സോടെയാണ് ഈ എല്ലാ മതങ്ങളും പോകുന്നത്. ഇവിടെ എല്ലാ മതങ്ങളും മാത്രമല്ല, എല്ലാ മനുഷ്യരും സാഹോദര്യത്തിലും മതത്തിൻ്റെ ആ കെട്ടുറപ്പുകൾക്കപ്പുറത്ത് മാനവികതയുടെ ഒരു തലത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിൽ നിങ്ങൾ വിള്ളലുണ്ടാക്കരുത്. വിള്ളലുണ്ടാക്കിയാലും മേക്കില്ല ഞങ്ങളുടെ മുമ്പിൽ. അപ്പോൾ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.